ഡൽഹിയിൽ മുതിർന്ന IRS ഉദ്യോഗസ്ഥന്റെ മകളെ കൊന്നത് 8 മാസം മുൻപ് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ചെറുപ്പക്കാരൻ തന്നെയെന്ന് സ്ഥിരീകരിച്ചു. രാഹുൽ മീണ എന്ന 19-കാരനാണ് കൊലപാതകം നടത്തിയതെന്ന് IRS ഉദ്യോഗസ്ഥനും ഭാര്യയും ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരോട് തറപ്പിച്ചു പറഞ്ഞിരുന്നു. അന്വേഷണത്തിൽ രാഹുൽ മീണയെക്കുറിച്ച് ലഭിക്കുന്നതെല്ലാം അസാധാരണമായ വിവരങ്ങളാണെന്ന് ഡൽഹി കിഴക്കൻ മേഖല ജോയിന്റ് കമ്മീഷണർ വിജയ് കുമാർ IPS മാധ്യമങ്ങളെ അറിയിച്ചു. ബുധനാഴ്ച ഡൽഹിയിലെ കൈലാഷ് ഹിൽ പ്രദേശത്ത് നടന്നതെല്ലാം തീർത്തും അസ്വാഭാവികമായ കാര്യങ്ങളായിരുന്നു. പൊതുവെ സുരക്ഷാ ക്രമീകരണങ്ങളുള്ള ഒരു പ്രദേശം. രാവിലെ ജിമ്മിൽ പോയി വീട്ടിലെത്തിയ അച്ഛനും അമ്മയും കാണുന്നത് 22 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന UPSC പരീക്ഷകൾക്കായി പരിശീലനം നടത്തിക്കൊണ്ടിരുന്ന തങ്ങളുടെ പ്രിയ മകൾ അതിക്രൂരമായി കൊല്ലപ്പെട്ട് മുറിയിൽ കിടക്കുന്നു. ഒരു മുതിർന്ന IRS ഓഫീസറുടെ വീടിനുള്ളിലാണ് ഈ ക്രൂരകൃത്യം നടന്നത്. ഉടൻ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരടക്കം സ്ഥലത്തെത്തി. തങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന, എപ്പോഴും പണം കടം വാങ്ങുന്നത് കൊണ്ട് 8 മാസം മുൻപ് ജോലിയിൽ നിന്നും പറഞ്ഞുവിട്ട 19-കാരനായ രാഹുലാണ് മകളെ കൊന്നതെന്ന് IRS ഓഫീസറും ഭാര്യയും പോലീസിനോട് തറപ്പിച്ചു പറഞ്ഞു. എന്നാൽ പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇത് സ്ഥിരീകരിക്കാനായിരുന്നില്ല. മാത്രമല്ല 22-കാരിയുടെ മൃതശരീരം പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് കൂടി വിധേയമാക്കിയ ശേഷമേ എന്തെങ്കിലും അനുമാനത്തിലെത്താനാകൂ എന്നവർ മാധ്യമങ്ങളെ അറിയിച്ചു. വ്യാഴാഴ്ച ലഭിച്ച വിവരങ്ങൾ സംശയങ്ങളെല്ലാം ശരിവയ്ക്കുന്നതായിരുന്നു. പെൺകുട്ടിയെ കൊന്നത് മൊബൈലിന്റെ ചാർജർ കേബിൾ കഴുത്തിൽ ചുറ്റിയാണ്. കൊലപാതകത്തിനു മുൻപ് കുട്ടിയെ ബലാത്സംഗം ചെയ്തിട്ടുണ്ട്. ബലാത്സംഗത്തിനു ശേഷം വീട്ടിലുണ്ടായിരുന്ന 2,50,000 രൂപ മോഷണവും പോയിട്ടുണ്ട്. മുതിർന്ന IRS ഉദ്യോഗസ്ഥന്റെ സംശയം ശരിയായിരുന്നു. മകളെ കൊന്നുതള്ളിയത് 19-കാരനായ രാഹുൽ മീണ തന്നെ, രാജസ്ഥാനിലെ ആൽവാർ സ്വദേശി. പക്ഷേ അയാളെക്കുറിച്ചുള്ള വിവരങ്ങൾ അവിടെ ഒതുങ്ങുന്നില്ല. മൊബൈൽ ഫോണിനോട് തീവ്രമായ അഭിനിവേശമുള്ളയാളാണ് രാഹുൽ മീണ. ഫോൺ വീഡിയോ കാണുന്നതിലും ഓൺലൈൻ ഗെയിം കളിക്കുന്നതിലും അധിക സമയം ചെലവഴിച്ചിരുന്നു. അല്പം അടുപ്പമാകുന്നവരോടെല്ലാം പണം കടം വാങ്ങുന്ന ഒരു പ്രത്യേകതരം പ്രകൃതം. പക്ഷേ ഇതൊന്നുമല്ല പോലീസിനെ ഞെട്ടിച്ചത്. ബുധനാഴ്ച രാവിലെ ഡൽഹിയിൽ എത്തും മുമ്പ് രാഹുൽ മീണ രാജസ്ഥാനിലെ ആൽവാറിലായിരുന്നു. അവിടെ വെച്ച് ഗ്രാമത്തിലെ ഒരു സ്ത്രീയെയും ഇയാൾ ബലാത്സംഗം ചെയ്തിരുന്നു. അതിക്രമത്തിനിരയായ സ്ത്രീയുടെ ഭർത്താവുമായി 19-കാരന് അടുത്ത സൗഹൃദമുണ്ടായിരുന്നു. അയാളുമായി സൗഹൃദത്തിലാകുന്നതും അടുപ്പം കൂടുന്നതും ഓൺലൈൻ ഗെയിമുകളുമായി ബന്ധപ്പെട്ടാണെന്ന് പോലീസ് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. രാഹുലും കുടുംബവും ഇയാളുടെ വാടക വീട്ടിൽ താമസിച്ചിരുന്നു. ലൈംഗികാതിക്രമം ഭാര്യ ഭർത്താവിനെ അറിയിച്ചതിന് പിന്നാലെ രാഹുൽ മീണ സ്ഥലം വിട്ടു. ആൽവാറിൽ മീണയ്ക്കെതിരെ ലൈംഗികാതിക്രമ കേസ് രജിസ്റ്റർ ചെയ്തതുമാണ്. ഇതിനു പിന്നാലെ 10,000 രൂപയ്ക്ക് തന്റെ മൊബൈൽ ഫോൺ രാഹുൽ വിറ്റു. 6,000 രൂപയ്ക്ക് ആൽവാറിൽ നിന്ന് ഡൽഹിയിലേക്ക് കാർ ബുക്ക് ചെയ്തു. എന്നാൽ ഡൽഹിയിലെത്തിയതിനു പിന്നാലെ ഡ്രൈവർക്ക് പണം നൽകാതെ കാറിൽ നിന്നും ഇറങ്ങിയോടി. സൗത്ത് ഡൽഹിയിലെ അമർ കോളനിയിലേക്ക് വരുമ്പോൾ 19-കാരന്റെ മനസ്സിൽ കൃത്യമായ അതിക്രമ പദ്ധതികൾ ഉണ്ടായിരുന്നു. താൻ ജോലിക്ക് നിന്നിരുന്ന വീട്ടിലെ IRS ഓഫീസറും ഭാര്യയും രാവിലെ എപ്പോൾ ജിമ്മിൽ പോകുമെന്നും വീട്ടിലെ മറ്റു ജോലിക്കാർ എപ്പോഴെത്തുമെന്നുമെല്ലാം കണക്കുകൂട്ടിയാണ് രാഹുൽ മീണ ബുധനാഴ്ച രാവിലെ 6:30 അമർ കോളനിയിലെത്തിയത്. 9 മിനിറ്റ് സമയം പുറത്തെ സാഹചര്യങ്ങളെല്ലാം നിരീക്ഷിച്ചു. അതിനുശേഷം നേരെ വീട്ടിലേക്ക് പ്രവേശിക്കാൻ കീ കാർഡ് സൂക്ഷിച്ചിരുന്ന സ്ഥലമടക്കം എല്ലാം അക്രമിക്ക് അറിയാം. വീട്ടിൽ കടന്നുകയറി പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് മൊബൈൽ ചാർജർ കേബിൾ കൊണ്ട് കഴുത്തു മുറുക്കി കൊന്നു. 3 ലക്ഷത്തോളം രൂപയും എടുത്ത് 7:30 വീടിന് പുറത്തേക്ക്. കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ സഹോദരൻ ഉപയോഗിച്ചിരുന്ന പാൻറ്റും ഒരു ജോഡി ചെരുപ്പുമിട്ടാണ് പുറത്തേക്കിറങ്ങിയത്. തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന ഉറച്ച വിശ്വാസത്തിൽ. എന്നാൽ നിഷ്ഠൂരകൃത്യത്തിന്റെ എല്ലാ തെളിവുകളും ഒരു ദിവസത്തിനുള്ളിൽ ശേഖരിച്ചു കഴിഞ്ഞെന്ന് ഡൽഹി പോലീസ് കിഴക്കൻ മേഖല ജോയിന്റ് കമ്മീഷണർ വിജയ് കുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു.
ഡൽഹിയിലെ ദ്വാരക പ്രദേശത്തെ ഒരു ഹോട്ടലിൽ ഒളിവിൽ കഴിഞ്ഞിരുന്ന മീണയെ പോലീസ് പിടികൂടി. ബലാത്സംഗം, കൊലപാതകം, കവർച്ച എന്നീ കുറ്റങ്ങൾ ചുമത്തി. എന്നാൽ 19-കാരന്റെ സ്വഭാവ രീതികൾ പോലും തീർത്തും അസ്വാഭാവികമാണ്. ഇയാൾ കൂടുതൽ സ്ഥലങ്ങളിൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്ത് കടന്നു കളഞ്ഞിട്ടുണ്ടോ എന്ന് പോലീസ് സംശയിക്കുന്നു. ഇയാളുടെ മുഴുവൻ വിവരങ്ങളും ശേഖരിക്കുകയാണ് ഡൽഹി പോലീസ്. നാഷണൽ ഡെസ്ക്, ന്യൂസ് മലയാളം.